അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ തുടരും. പാണക്കാടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായും മുനവ്വറലി ശിഹാബ് തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എങ്ങനെയാണ് രണ്ടത്താണിയെ പിടിച്ചു നിർത്തുന്നത്? രണ്ടത്താണിയെ ഏത് തരത്തിലാണ് അനുനയിപ്പിച്ചത്? ഗുഡ് മോർണിംഗ് എൽദോ. ഇന്നലെ നമ്മൾ ഏറ്റവും അധികം വാർത്തയായത് അല്ലെങ്കിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രതിഷേധവും അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതകളുമാണെങ്കിൽ ഇന്നലെ രാത്രിയോടെ അതിന് ഒരു ക്ലൈമാക്സ് ആയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയുവാൻ. രാത്രി 11 മണിയോടെ അദ്ദേഹം പാണക്കാടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായും മുനവ്വറലി ശിഹാബ് തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗ് തുടരാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തിരൂരിലെ PMA സമീറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ നിലപാട് അദ്ദേഹം മയപ്പെടുത്തുന്നു. അദ്ദേഹത്തെ പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ പാർട്ടി പിടിച്ചു നിർത്തിയതാണോ അദ്ദേഹം സ്വയം പാർട്ടിക്ക് വശംവദനായണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പാർട്ടി ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്താനുള്ള വലിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയത്. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി, അതായത് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. പക്ഷേ പാണക്കാടെത്തിയ അബ്ബാസ് അലി തങ്ങളുമായും മുനവ്വറലി തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം തൻ്റെ നിലപാട് മയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്ന് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളത് രാവിലെ നമുക്കറിയാൻ കഴിയും. ഒരു 8:30 അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരാലോചനയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ട തിരുവരങ്ങാടി സീറ്റ് ഒരുപക്ഷെ നൽകാനാകില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം CPI മത്സരിക്കുന്ന തിരുവരങ്ങാടി സീറ്റ് ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരിക എന്നുള്ളത് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്, അതായത് CPIയുടെ കയ്യിലുള്ള സീറ്റ് ആയതുകൊണ്ട് തന്നെ CPMനത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്നതുകൂടി ഒരു ഘടകമാണ്. എന്നാണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു ഭീഷണിയായിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ പൂർണ്ണമായിട്ടും വഴങ്ങി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നുള്ള തരത്തിലാണോ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ടോ രണ്ടത്താണി രാവിലെ? അദ്ദേഹം അറിയിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. എന്താണെങ്കിലും ഇന്നലെ രാത്രി ഉണ്ടായ ഒരു സംഭവവികാസം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രതികരിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഒരുപക്ഷെ പാർട്ടിയുടെ നിയന്ത്രണങ്ങളോ ഉണ്ടോ എന്നുള്ളതൊന്നും വ്യക്തമാകേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിട്ടില്ല. നമ്മൾ രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭിക്കുമെന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണാൻ പോകുന്നത്. ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു സമയത്തുണ്ടാകുന്ന മറ്റ് കൂടുതൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ ഒരുപക്ഷെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ളൊരു കെയറും ഒരു ശ്രദ്ധയും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് മറ്റൊരു അനുബന്ധമായിട്ട് നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അബ്ദുറഹ്മാൻ രണ്ടത്താണി താനൂരിൽ മത്സരിക്കുകയാണെങ്കിൽ തിരൂരിലേക്ക് മാറാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു V. അബ്ദുറഹ്മാൻ. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. V. അബ്ദുറഹ്മാൻ ഒരു പക്ഷേ താനൂരിൽ തന്നെ തുടർന്നേക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം താനൂരിൽ അനുയോജ്യനായിട്ടുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം കൂടി അവിടെ നിലവിലുണ്ട്. നേരത്തെ UDFൽ തന്നെ ഏതെങ്കിലും ആ മേഖലയിൽ സ്വാധീനമുള്ള ഒരു പ്രമുഖ നേതാവിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകളെ കൊണ്ടുവരാനോ ഒക്കെയായിരുന്നു LDFയുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ നടന്നിരുന്നത്. അങ്ങനെ ശ്രമങ്ങൾ നടന്നാൽ മാത്രം V. അബ്ദുറഹ്മാനെ തിരൂരിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനവും എടുത്തിരുന്നു. പക്ഷേ താനൂരിലേക്ക് പകരം ഒരാളെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അതിപ്പോൾ സാധ്യമാകാത്ത സാഹചര്യത്തിലേക്ക് എത്തിയതുകൊണ്ട് V. അബ്ദുറഹ്മാൻ തന്നെ താനൂരിൽ തുടരാൻ നയിക്കും എന്ന തരത്തിലാണ് ലഭ്യമാകുന്ന വിവരം. തിരൂരിൽ മറ്റൊരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ CPM ഉള്ളതും. ശരി, എന്തായാലും വിയോജിപ്പുകളും പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണെന്ന് തോന്നുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇന്നലെ പാണക്കാട് തങ്ങൾമാരെ കണ്ട് പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങളെത്തി എന്നാണ് മനസ്സിലാകുന്നത്. മുസ്ലിം ലീഗിൽ തന്നെ തുടരും എന്നുള്ളതാണ്. അല്പസമയത്തിനകം കൂടുതൽ പ്രതികരണം അദ്ദേഹം നൽകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. CV അനുമോദ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.